ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവ മക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹാവന്ദനങ്ങൾ. അതേ കർത്താവ് നമ്മേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം വിശ്വസ്തന, നമ്മുടെ ദൈവം നീതിമാന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവ് നമ്മുടെ നീതിക്കും വിശ്വസ്തതയ്ക്കും തക്കവണ്ണം കർത്താവ് നമുക്ക് പകരം നൽകും. നാം പാപികളായിരുന്നപ്പോൾ തന്നെ യേശു കർത്താവ് നമ്മെ സ്നേഹിച്ചു. നാം നീതിമാന്മാരല്ല അതിദുഷ്ടന്മാരായിരുന്നപ്പോൾ തന്നെ നീതിമാനായ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നാം അവിശ്വസ്തരായിരിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് വേണ്ടി വിശ്വസ്തയോടെ നമ്മെ കാക്കുന്നു, നമ്മെ പരിപാലിക്കുന്നു, നമ്മെ ഇത്രത്തോളം നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഉണർത്തിയ ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 26-ാം അധ്യായം അതിന്റെ 23-24 വചനങ്ങൾ. യഹോവ ഓരോരുത്തനും അവനവന്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം പകരം നൽകട്ടെ. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു, എങ്കിലും യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവയ്പാൻ എനിക്ക് മനസ്സായില്ല. എന്നാൽ നിന്റെ ജീവൻ ഇന്ന് എനിക്ക് വിലയേറിയതായിരുന്നത് പോലെ എന്റെ ജീവൻ യഹോവയ്ക്ക് വിലയേറിയതായിരിക്കട്ടെ. അവൻ എന്നെ സകല കഷ്ടതയിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. Praise the Lord. 1 Samuel chapter 26 verse 23 and 24. The Lord rewards everyone for their righteousness and faithfulness. The Lord delivered you into my hands today, but I will not lay a hand on the Lord's anointed. As surely as I valued your life today, so may the Lord value my life and deliver me from all trouble. അതെ, നമ്മെയും നമ്മുടെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുന്ന രക്ഷിക്കുന്ന കർത്താവിനെയാ നാമം സേവിക്കുന്നത്. ഇവിടെ ദാവീദ് പറഞ്ഞ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്കറിയാം, യാതൊരു കാരണവുമില്ലാതെ ശൗൽ രാജാവ് ദാവീദിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? ദാവീദിനെ പിടിക്കുവാൻ, ദാവീദിനെ കൊല്ലുവാൻ, കൊന്നുകളയുവാൻ. ദാവീദിന് മേലുള്ള ദൈവകൃപയും ദൈവത്തിന്റെ അഭിഷേകവും ആ വ്യത്യസ്തമായ ആമേൻ സ്തോത്രം ദൈവിക ഇടപെടലുകളും ആമേൻ ദാവീദിന്റെ ആ അനുഭവങ്ങളും പ്രവൃത്തികളും പ്രൈസ് ദി ലോർഡ് ഒക്കെ കണ്ടിട്ട് ശൗൽ രാജാവിന് അസൂയ തോന്നി. എങ്ങനെയെങ്കിലും ദാവീദിനെ കൊന്നു തീർക്കണം എന്ന ഒറ്റ തീരുമാനത്തോടെ അദ്ദേഹം ഇങ്ങനെ ദാവീദിനെ അന്വേഷിച്ച് നടക്കുക. ദാവീദും ഓരോ ഗുഹകളിലും ഓരോ കാടുകളിലും ഒക്കെ പോയി ഇങ്ങനെ പാർത്ത് അങ്ങനെ പോവുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗുഹയ്ക്കകത്ത് ദാവീദും തന്റെ കൂടെയുള്ളവരും ഇരുന്ന ആ ഗുഹയ്ക്കകത്ത് തന്നെ ശൗലും തന്റെ വൃദ്ധന്മാരും അല്ലെങ്കിൽ തന്റെ കൂടെയുള്ളവരും അതിനകത്ത് വന്നുപെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശൗലും കൂട്ടരും അത് അറിഞ്ഞില്ല. പക്ഷേ ദാവീദും തന്റെ കൂടെയുള്ള ജനത്തിനും അത് മനസ്സിലായി. ദാവീദിന്റെ കൂടെയുള്ള ദാവീദിന്റെ സ്തോത്ര കൂടെയുള്ള ജനം പറഞ്ഞു, നിന്നെ യഹോവ ശൗലിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, ഇപ്പോൾ നിന്റെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കൊള്ളുക. പക്ഷെ ദാവീദ് പറഞ്ഞു, ഇല്ലില്ല, അവൻ ദൈവത്താൽ അഭിഷേകം ചെയ്ത അഭിഷിക്തന. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നെ കൊല്ലുവാൻ നോക്കിയാലും എന്ത് ചെയ്താലും അവൻ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു അനോയിന്റഡ് പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ അവന്റെ മേൽ കൈവയ്ക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാ സ്തോത്രം അതിനുശേഷം ദാവീദ് ശൗലുമായിട്ട് സ്തോത്രം സംസാരിക്കുമ്പോൾ പറയുന്നതാണ്. ഹല്ലേലൂയ. നമുക്ക് ആ ഭാഗം വായിക്കുവാൻ ഇടയായി തീരും. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം സ്തോത്രം. അതേ അധ്യായം തന്നെ അതിന്റെ 26-ാം അധ്യായം അതിന്റെ 17-ാം വചനം. അപ്പോൾ ശൗൽ ദാവീദിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. എന്റെ മകനെ ദാവീദേ, ഇത് നിന്റെ ശബ്ദമോ എന്ന് ചോദിച്ചതിന് ദാവീദ്, എന്റെ ശബ്ദം തന്നെ യജമാനനായ രാജാവേ,
എന്ന് പറഞ്ഞു. ഫ്രീസലോ എന്നിട്ട് ദാവീദ് ചോദിക്കുക, രാജാവേ, അങ്ങനെ ഇങ്ങനെ തേടി നടക്കുന്നത് എന്തിനാണ്? അടിയൻ എന്ത് ചെയ്തു? അടിയന്റെ പക്കൽ എന്ത് ദോഷമുള്ളൂ എന്നൊക്കെ പറയുക. ഫ്രീസലോ എന്നിട്ടാണ് ദാവീദ് അദ്ദേഹത്തോട് പറയുന്നത്. ഫ്രീസലോ 23-ാം വചനം, യഹോവ ഓരോരുത്തനും അവനവന്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം പകരം നൽകട്ടെ. അതായത് മനുഷ്യർ എത്ര നമുക്ക് വിരോധമായി സ്തോത്രം എഴുന്നേറ്റാലും, എത്ര ശത്രുശക്തികൾ ഉയർന്നാലും, യഹോവ നീതിമാൻ, യഹോവ നീതി ഇഷ്ടപ്പെടുന്നു. പ്രൈസല, യഹോവ വിശ്വസ്തന. അപ്പോൾ ആ കർത്താവ് നമ്മെ സകല മനുഷ്യരെ നോക്കിക്കൊണ്ടിരിക്കും. എല്ലാ പ്രവർത്തികളും, എല്ലാ മനുഷ്യരുടെ വഴികളും യഹോവയുടെ മുൻപിലായിരിക്കും. പ്രൈസല, ആ യഹോവ ഓരോരുത്തർക്കും അവനവന്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം പകരം നൽകും. അപ്പോൾ ഇവിടെ ദാവീദ് ചെയ്തത് ഒരു നീതി പ്രവർത്തിയാണ്. യാതൊരു അനീതിയും ദാവീദ് ചെയ്തിട്ടില്ല. ദാവീദ് ദൈവത്തിന് മുൻപായി വിശ്വസ്തനായിരുന്നു. പ്രൈസലോ, അതുകൊണ്ടല്ലേ ഈ അഭിഷേകത്തിന്റെ സ്തോത്രം മേൽ കൈവയ്ക്കാതെ അദ്ദേഹം വിശ്വസ്തയോടെ താൻ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. എന്നിട്ട് ദാവീദ് പറയുക, പ്രീസലോ, എന്നാൽ നിന്റെ ജീവൻ ഇന്നെനിക്ക് വിലയേറിയതായിരുന്നത് പോലെ എന്റെ ജീവൻ യഹോവയ്ക്ക് വിലയേറിയതായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും യഹോവയ്ക്ക് വിലയേറിയവരും മാന്യരുമാണ്. പ്രൈസലോ, നമ്മുടെ പ്രാണൻ യഹോവയുടെ പക്കൽ സുരക്ഷിതമായുണ്ട്. പ്രൈസലോ, ഹല്ലേലൂയ, ഭദ്രമാണ്. എന്നാൽ നാമും എങ്ങനെയാണോ മറ്റുള്ളവരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതികാരം ചെയ്യാതെ, പകരം സംസാരിക്കാതെ, പകരമായിട്ട് പ്രവർത്തിക്കാതെ, അനർത്ഥത്തിൽ സന്തോഷിക്കാതെ നാം വിലയേറിയതായി കാണുന്നത്, അതനുസരിച്ച് ദൈവവും നമ്മെ വിലയേറിയവരായി കാണും. പ്രീസലോ, ഇവിടെ ദാവീദ് പ്രാഗൽഭ്യത്തോടെയാണ് പറയുന്നത്, ഇന്ന് ഞാൻ നിന്റെ പ്രാണന് വിലയേറിയതായി സ്തോത്രം കണ്ടതുകൊണ്ട്, വിലയേറിയതായി എനിക്ക് മുൻപാകെ നിന്റെ പ്രാണൻ ഇരുന്നത് കൊണ്ട് എന്റെ ജീവനും യഹോവയ്ക്ക് വിലയേറിയതായിരിക്കട്ടെ. ആകയാൽ അവൻ എന്നെ സകല കഷ്ടതയിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. പ്രീസലോ, പ്രിയതേ മക്കളെ, നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന, നാം ഇന്ന് അനുഭവിക്കുന്ന, നാം ഇന്ന് കടന്നു പോകുന്ന, നാം ഇന്ന് നേരിടുന്ന എല്ലാവിധമായ കഷ്ടതയിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ ദൈവം പ്രാപ്തന. നമ്മുടെ കർത്താവ് കഴിവുള്ള ദൈവമാ, സർവശക്തന. പ്രീസലോ, ഹല്ലേലൂയ. ആയതിനാൽ ഈ നാളുകളിൽ എന്തിനെ പ്രതിസന്ധികൾ വന്നാലും, എത്രമാത്രം ഞെരുക്കങ്ങൾ, എതിർപ്പുകൾ കാരണം കൂടാതെ നമുക്ക് നേരെയുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ കടന്നു വന്നാലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും എടുത്ത തീരുമാനത്തിലും അറിഞ്ഞ സത്യത്തിലും ഉറച്ചു നിന്ന് നീതി പ്രവർത്തിക്കുക, വചനമനുസരിക്കാം. ഹല്ലേലൂയ. വിശ്വസ്തയോടെ അറിഞ്ഞ സത്യത്തിൽ, ഉപദേശത്തിൽ നമുക്ക് നിലനിൽക്കാം. പ്രതികാരം യഹോവയ്ക്കുള്ളത്, യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രീസലോ, ഈ നാളുകൾ മൗനമായിരുന്ന കർത്താവിന്റെ പ്രവൃത്തിക്കായി നാം കാത്തിരിക്കുമെങ്കിൽ നിശ്ചയമായി നമ്മുടെ നീതിക്കും നമ്മുടെ വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം കർത്താവ് നമുക്ക് പകരം നൽകി നമ്മെ അനുഗ്രഹിക്കും, നമ്മെ മാനിക്കും. പ്രീസലോ, ഈ നാളുകളിൽ യഹോവയുടെ മുൻപിൽ നമ്മെ ഓരോരുത്തരെയും കർത്താവ് നാം വിലയേറിയവരാണ്. പ്രീസലോ, എന്നാൽ അത് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാളുകളിൽ ഇനിയും ദൈവം ഉണ്ടാകി നമ്മെ തന്നെ താഴ്ത്തി ദൈവ ഇഷ്ടത്തിനായി സമർപ്പിക്കുമെങ്കിൽ എല്ലാ കഷ്ടതയിൽ നിന്നും കർത്താവ് നമ്മെ ഇനിയും വിടുവിക്കും. ഇത് കേട്ടപ്പോൾ ശൗൽ രാജാവ് ദാവീദിനെ അനുഗ്രഹിക്കുകയാ. എന്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ കൃതാർത്ഥനാകും, നീ ജയം പ്രാപിക്കും എന്ന് പറഞ്ഞു. അത് തന്നെ സംഭവിച്ചു. അടുത്ത അധ്യായങ്ങളിൽ നാം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, തുടർന്നുള്ള എല്ലാ അധ്യായങ്ങളും നാം വായിക്കുമ്പോൾ അധിക ദിവസം ശൗൽ ദാവീദിനെ പിന്തുടരാൻ ഇടവന്നില്ല. പ്രീസലോ, രാജസ്ഥാനത്ത് ദൈവം ദാവീദിനെ ഉയർത്തുവാനിടയായി തീർന്നു. കർത്താവ് ദാവീദിന് വേണ്ടി യുദ്ധം ചെയ്തു. ഈ നാളുകളിൽ ദൈവകരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത പ്രതികാര ബുദ്ധികളോ പ്രതികാര ചിന്തകളോ പകരം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കുകയോ ആലോചിക്കുകയോ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ ദാവീദ് നമുക്ക് നല്ലൊരു മാതൃകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നല്ലൊരു മാതൃകയാണ്. ആ മാതൃക തന്നെ നമുക്ക് പിന്തുടരാം. കർത്താവ് നമ്മുടെ ഉള്ളത്തെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസാക്ഷിയെ, നമ്മുടെ നിഷ്കളങ്കതയെ കാണുന്ന കർത്താവ് നിശ്ചയമായി നമുക്ക് ജയം നൽകും. നാം കൃതാർത്ഥരാകും. നാം സകല കഷ്ടങ്ങളിൽ നിന്നും രക്ഷിക്കപ്പെടും, വിടുവിക്കപ്പെടും. കർത്താവ് നമ്മോട് കൂടി ഇരിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ അങ്ങ് നിങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം.
വചനപ്രകാരം ഞങ്ങളെ സമർപ്പിക്കുന്നു. അതേ നാഥ, ഈ നാളുകളെ സകല വിഷയങ്ങളെ ന്യായമായി വിധിക്കുന്നവങ്ങൾ കാര്യം ഭരമേൽപ്പിക്കുക എത്രേ ചെയ്യുന്നത് വചനപ്രകാരം. കർത്താവെ, ഞങ്ങളറിഞ്ഞ സത്യത്തിൽ അപ്പൊ ആ വിശുദ്ധിയിൽ, വചനത്തിൽ, ഉപദേശത്തിൽ, കർത്താവിന്റെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് അങ്ങയുടെ മുൻപാകെ നീതി പ്രവർത്തിച്ച് വിശ്വസ്തയോടെ നിൽക്കാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കൂടിയില്ല. അപ്പാ സ്തോത്രം. അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ വിലയേറിയവരാണ്. കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. സകല കഷ്ടതയിൽ നിന്നും ദാവീദിനെ ഉദ്ധരിച്ച കർത്താവ്, ദാവീദിനെ ഓർത്ത ദൈവം, നാളുകളെ യഹോവ നമ്മയും ഓർത്തിരിക്കുന്നു. അവൻ അനുഗ്രഹിക്കും. ദൈവജനത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്നു, സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. കർത്താവ് വലിയ ചെയ്യുന്നതിനായ സ്തോത്രം. വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.